എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളോടുകൂടിയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുരക്ഷിതമാക്കുക. ഇന്നലെ ഞാനൊരു വീഡിയോ 2 ദിവസം മുമ്പ് ഇട്ടതാണ്. കേരളത്തിൽ നടക്കുന്ന ഈ അടിപിടിയും പ്രശ്നങ്ങൾ കാരണം നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. നിങ്ങൾ വല്ല ജയിലിലും പോയി കിടന്ന് ഉണ്ട തിന്നാനേ പറ്റത്തുള്ളൂ. നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ് നമ്മുടെ രാജ്യത്ത്. ഇപ്പോൾ കമ്പയർഡ് ടു പാസ്റ്റ് ടൈം ഇപ്പം നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ കാലുപിടിച്ച് പറയുന്നു, ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങളിലും പോയി ചാടാതിരിക്കുക. ഒരു പാർട്ടിക്കാരും, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു പാർട്ടി ലീഡർമാരും നിങ്ങളെ ഒരു പ്രശ്നത്തിന് മുമ്പോട്ട് തള്ളിവിടുന്ന ഒരു വ്യക്തികളും നിങ്ങളെ രക്ഷിക്കാൻ വരത്തില്ല. നിങ്ങളുടെ അപ്പനും അമ്മയും വരിക, അവർക്കൊരു ലിമിറ്റുണ്ട്. പക്ഷേ നിങ്ങൾ പോയി കിടക്കേണ്ട, അഴികണ്ടേണ്ട, ഉണ്ട തിന്നേണ്ട നിങ്ങൾ തന്നെയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു ലെവലിൽ എത്താൻ നോക്കുക. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ വീടിനെക്കുറിച്ച് ആലോചിക്കുക. ഈ പ്രശ്നങ്ങൾക്ക് പോകുന്നവരെല്ലാം ഇന്നൊരു വീഡിയോ കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ SFIക്കാരനല്ല, ഞാൻ ഇതിനകത്ത് ആളല്ല, ഞാൻ അവിടെ വന്ന് നിന്നേ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നു. ഒരു രക്ഷയില്ല. ഡിജിറ്റൽ തെളിവുകളാണിപ്പോൾ ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആവശ്യമില്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് എടുത്ത് ചാടിയാൽ തെളിവുകൾ എല്ലായിടത്തും ക്യാമറകളുണ്ട്. എല്ലായിടത്തും ക്യാമറകളാണ്. എല്ലാവർക്കും എല്ലാവരും വീഡിയോ പിടിക്കുന്നുണ്ട്. ക്യാമറകളും വീഡിയോകളും എല്ലാം ഉണ്ട്. എല്ലാം തെളിവാണ്. നമ്മളെങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും രക്ഷപ്പെടാൻ മാർഗമില്ല. കാരണം തെളിവുകൾ, ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. വീഡിയോ പിടിക്കാൻ ആവശ്യത്തിന് ആളുകളുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ അതായിട്ട് ലൈവ് കിട്ടുന്നുണ്ട്. ഒരു പോലീസ് ജീപ്പിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു മനുഷ്യൻ നിന്ന് ചീത്ത വിളിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ചീത്ത വിളിക്കുന്നു, കേട്ടാലറയ്ക്കുന്ന ചീത്ത വിളിക്കുന്നു. ആ പോലീസുകാരൻ്റെ മനക്കരുത്ത്, അദ്ദേഹത്തിന് ഭയങ്കര മനക്കരുത്തുള്ള വ്യക്തിയാണ്. കാര്യം ആ വ്യക്തി പ്രതികരിക്കുന്ന അത്ര പവർഫുള്ളായിട്ടുള്ള, മൈൻഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് പ്രതികരിക്കാൻ അന്നേരം. കാര്യം അവർക്കറിയാം എന്തു ചെയ്യണമെന്നുള്ളത്. കുഞ്ഞെ, നീ അത്രയും തോന്നിവാസങ്ങൾ കാണിച്ച് നീ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലയോ? അതുപോലെ കാറിൻ്റെ ചില്ല് തല്ലിപ്പൊട്ടിച്ചവളെ, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച നിങ്ങളെയൊക്കെ ആരാണ് ഇതൊക്കെ പറഞ്ഞു വിടുന്നത്? നിങ്ങൾക്ക് തന്നെ സ്വയമേ ചിന്തിക്കാനുള്ള കഴിവില്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടും, നിങ്ങൾ ജയിലിൽ പോകുമെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം പോയി തകർന്നു. നിങ്ങൾക്കൊരു ജോലിയായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ടോ നാട്ടിലൊരു ജോലി കിട്ടാനേ യാതൊരു മാർഗ്ഗമില്ല. നിങ്ങൾ പോയി അകത്ത് കിടക്കേണ്ട അവസ്ഥയുള്ളൂ. തിഹാർ ജയിലിലൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നരകിച്ച് ചാകത്തേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാതെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുക. നിങ്ങൾ അടിമകളാകാതെ സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ബോധമുണ്ട്, അറിവുണ്ട്, വിവേകമുണ്ട്. നിങ്ങൾക്ക് പേരൻസ് ഉണ്ട്, നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ രാജ്യത്തിനെ സമൂഹത്തിന് മുമ്പിൽ നല്ല രീതിയിൽ നല്ല പേരുണ്ടാക്കി, സൽപ്പേരുണ്ടാക്കി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുക. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്? ഇന്നലെ ഈ പ്രശ്നങ്ങൾക്ക് ഇടപെട്ട വ്യക്തികളെല്ലാം 9 പേരോളം അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും വരില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകരും വരില്ല. ഒരു നേതാക്കന്മാരും വരത്തില്ല. നിങ്ങളെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുക എന്നുള്ളതല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ കേൾക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആലോചിക്കുക. ഈ തള്ളിവിടുന്ന വ്യക്തികളുടെ മക്കൾ ആരെങ്കിലും ഈ കൊടി പിടിക്കാനോ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഈ അടിപിടിക്കാൻ വരുന്നുണ്ടോ? ഇല്ല. അവരുടെ മക്കളുടെ ലൈഫെല്ലാം സേഫാണ്. അവരുടെ ലൈഫ് സേഫാണ്. അവർക്ക് തലമുറകളോളം കഷ്ടപ്പാട് കൂടാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആശയുണ്ട് അവർക്ക്. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചാടാതെ നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഉപയോഗപ്പെടുത്തുക. എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പോയി ചാടുന്നത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്? ഇതുങ്ങളെല്ലാം തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലയോ? ആരെങ്കിലും രക്ഷിക്കാൻ വന്നോ? നേതാക്കന്മാരിപ്പം പറയുന്നത് ജോൺ ബ്രിട്ടാസാണ് ഇന്ന് പറയുന്നത് കേട്ട് ഇതൊന്നും ഞങ്ങളുടെ ആളുകളല്ല എന്നുള്ളത്. നേതാക്കന്മാരെല്ലാം കൈയൊഴിയും. മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ എല്ലാവരും കൈയൊഴിയും. നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതുങ്ങളുടെ ദണ്ണം ആലോചിച്ച് നോക്കൂ. എൻ്റെ മക്കളെ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. അന്യായമായ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുമോ? ഓരോ ഉദ്യോഗസ്ഥരുടെ നേർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര വൃത്തികെട്ട വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ മോശമായ കാര്യങ്ങളല്ലയോ?
കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കുക. ആവശ്യമില്ലാത്ത മരണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒന്നും പോയി കൂട്ടുകൂടാതിരിക്കുക. ഇതിനൊന്നും പോയി ചാടാതിരിക്കുക. പ്ലീസ്, എൻ്റെ ഒരു അഭ്യർത്ഥന, ഒരച്ഛൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങളിത് മാനിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആപത്തുകളിൽ പോയി ചാടാതിരിക്കുക. നല്ല നല്ല കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യുക. സമൂഹത്തിൽ പബ്ലിക് പ്ലേസിൽ വന്നിങ്ങനെ അപമര്യാദയായി പെരുമാറാതിരിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഈ ലെവൽ വരെ കൊണ്ടുവരാൻ വളരെ കഷ്ടപ്പാടുണ്ട്. തകർത്ത് കളയാതിരിക്കുക. ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാതിരിക്കുക. നിങ്ങളുടെ ജീവിതം തകർത്ത് കളയാതിരിക്കുക. പ്ലീസ്, എൻ്റെ റിക്വസ്റ്റാണ്. കുഞ്ഞുങ്ങളെ, യുവാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.